ഹായ് മക്കളെ, കെമിക്കൽ കനറ്റിക്സ് ആണ് ചാപ്റ്ററിൽ ചോദിക്കുന്ന കുറച്ച് ഇക്വേഷൻസ് നോക്കിയാലോ. സോ അതിൽ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ആ പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് സീറോയുടെ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. സോ സീറോയുടെ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എങ്ങനെ വരിക? ദാറ്റ് ഈസ് K is equal to concentration of R0 minus concentration of R divided by T. ഇതാണ് സീറോയുടെ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ R0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്, R എന്ന് പറയുന്നത് ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്, T എന്ന് പറയുന്നത് ടൈം ആണ്, K എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ അല്ലെ? ഇനി ഈ ഹാഫ് ലൈഫ്, അതായത് സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ നമുക്ക് പഠിക്കണം. സോ സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ എങ്ങനെ വരിക? ദാറ്റ് ഈസ് T half is equal to concentration of R0 divided by 2K. സോ ഇതാണ് ഹാഫ് ലൈഫിന്റെ സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇതിൽ R0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡ് ആണോ? അപ്പൊ സീറോ ഓർഡർ ആകുന്ന സമയത്ത് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. സോ ദേ ആർ ഡിപെൻഡ് ആണ്. ഓക്കെ അല്ലെ? ഇനി രണ്ടാമത്തെ ഇക്വേഷൻ, അതായത് മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ പറയാൻ പോകുന്നത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതിന്റെ ഇക്വേഷൻ നോക്കിയാലടാ, ദാറ്റ് ഇസ് K is equal to 2.303 by T log concentration of R0 divided by concentration of R. അപ്പൊ ഇതാണ് ഇത് പറയുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഓക്കെ അല്ലെ? ഇതിൽ K എന്ന് പറഞ്ഞ റേറ്റ് കോൺസ്റ്റന്റ് ആണ്, T എന്ന് പറയുന്നത് ടൈം ആണ്, R0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്, R എന്ന് പറയുന്നത് ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്. ഇനി ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ ഏതാ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു T half is equal to 0.693 divided by T ആണ് വരിക. ഓക്കെ അല്ലെ? സോ ടിക്ക് ഒരാളെ എന്തെങ്കിലും K വരും. K. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പൊ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിച്ച് ഇസ് ഡിപെൻഡ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ? ദർ ഇസ് ഇൻഡിപെൻഡന്റ്. അവിടെ എന്തില്ല? ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ ടേംസ് അവിടെ ഇല്ല. ഓക്കെ അല്ലെ? ഇനി നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ള അഞ്ചാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് അരീനിയസ് ഇക്വേഷൻ ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ടെമ്പറേച്ചർ ഡിപെൻഡൻസ് കാണിക്കുന്ന ഇക്വേഷൻ ആണ് അരീനിയസ് ഇക്വേഷൻ. സോ ഇക്വേഷൻ ഏതാ വരിക? ദാറ്റ് ഇസ് K is equal to AE raised to minus EA by RT. ഇതാണ് അരീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഡിഫറൻസ് കാണിക്കുന്ന അരീനിയസിന്റെ ഇക്വേഷൻ. ഇതിൽ മക്കളെ ശ്രദ്ധിക്കണം, അതിൽ ഓരോ ടേമുകൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കണം. ഇതിൽ K എന്ന് പറയുന്നത് വരിക, ദാറ്റ് ഇസ് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഏതാണ്? റേറ്റ് കോൺസ്റ്റന്റിന്റെ കോൺസ്റ്റന്റ് ആണ്. അതുപോലെ A എന്ന് പറയുന്നത് ഏതാ വരുന്നത്? ദിസ് ഇസ് അരീനിയസ് ഫാക്ടർ എന്ന് പറയും. അരീനിയസ് ഫാക്ടർ. ഇനി അതുപോലെ തന്നെ EA എന്ന് പറഞ്ഞാലോ, EA എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി ആണ്. ആക്ടിവേഷൻ എനർജി. അതുപോലെ തന്നെ R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. യൂണിവേഴ്സൽ ഏതാണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അതുപോലെ T എന്ന് പറഞ്ഞാൽ ഏതാ വരിക? ദാറ്റ് ഇസ് ടെമ്പറേച്ചർ. ഓക്കെ, സോ എക്സാമിന് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അരീനിയസ് ഇക്വേഷൻ എഴുതാൻ. അപ്പൊ ഇക്വേഷൻ എഴുതാൻ ചോദിച്ചാൽ മക്കൾ കൃത്യമായിട്ട് ഇക്വേഷൻ എഴുതണം. അതുപോലെ തന്നെ ഇക്വേഷനിലുള്ള ഓരോ ടേമുകൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എഴുതി മാർക്ക് ചെയ്യണം. ഓക്കെ, സോ ഇനി നമുക്ക് ലാസ്റ്റ് 2 റേറ്റ് കോൺസ്റ്റന്റും 2 ടെമ്പറേച്ചർ തന്നാൽ ഏത് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും? സോ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു log K2 divided by K1 is equal to, that is equal to EA divided by 2.303 R into 1 by T1 minus 1 by T2. So this is the equation for ഏതാണ്? 2 റേറ്റ് കോൺസ്റ്റന്റും 2 ടെമ്പറേച്ചർ തന്നാൽ നമുക്ക് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ ചോദിക്കല്ല ചെയ്യുക, ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യാറുണ്ട്? ബോർഡ് എക്സാമിന് ചോദിക്കാറുണ്ട്. മക്കളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക, ഇത് പഠിക്കുക. അതിൽ K2 K1 വാല്യൂ ഒക്കെ തരും. അതിൽ അധികം കാണാൻ ചോദിക്കുക EA അഥവാ ആക്ടിവേഷൻ എനർജി കാണാനാണ് ന്യൂമറിക്കൽ അധികവും ചോദിക്കാറ്. ഓക്കെ, സോ കെമിക്കൽ കൈനറ്റിക്സിലെ ഇത്രയും ഇക്വേഷൻസ് മക്കൾ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.